ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ ഗ്രാഫ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. സൈൻ, കോസ്, ടാൻ എന്നീ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ സം ഫോർമുലയും ഡിഫറൻസ് ഫോർമുലയും പഠിച്ച് അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. കൺസിഡർ ടു ആംഗിൾസ് എക്സ് ആൻഡ് വൈ. Then sum means cos x plus y equal to cos x cos y minus sin x sin y. Cos x minus y equal to cos x cos y plus sin x sin y. അപ്പോൾ സം ഫോർമുലയില് എക്സ് പ്ലസ് വൈയില് ഇവിടെ ഡിഫറൻസ് മൈനസ് ആണ്, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ്. കോസ് എക്സും കോസ് വൈയും ഒരുമിച്ചാണ് വരുന്നത് ഒരു ടേമില്. നെക്സ്റ്റ് സൈൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ കോസ് പിന്നെ കോസ് സൈന്. ഇവിടെ രണ്ട് കോസ് രണ്ടും കഴിഞ്ഞിട്ടാണ് സൈനിന്റെ പ്രോഡക്റ്റ് നെക്സ്റ്റ് ടേമിൽ വരുന്നത്. ഇവിടെ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈനിന്റെ ഡിഫറൻസ് ആകുമ്പോൾ ഈ പ്ലസ് മൈനസ് ആകും. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇതിലുള്ള മെയിൻ ഡിഫറൻസ് കോസിന്റെ സമ്മില് നെഗറ്റീവ് ആണ്, കോസിന്റെ ഡിഫറൻസില് പോസിറ്റീവ് ആണ് ഇവിടെ പ്ലസ് വരുന്നത്. സൈനിന്റെ സമ്മില് പ്ലസ് തന്നെയാണ്, സൈനിന്റെ ഡിഫറൻസിലും ഇവിടെ മൈനസ് തന്നെയാണ്. പിന്നെ കോസിന്റെ രണ്ട് ഫോർമുലയിലും ഒരു ടേമില് കോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ സൈന്. ഇവിടെ അങ്ങനെയല്ല, സൈൻ കോസ് ഒരു ടേമിൽ തന്നെ ഉണ്ടാകും. നെക്സ്റ്റ് ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ടാൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. അപ്പൊ എക്സ് പ്ലസ് വൈ സമ്മിന്റെ ഫോർമുലയാണെങ്കിൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ഡിഫറൻസിന്റെ ഫോർമുലയാണെങ്കിൽ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ മൈനസ് 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഈ 6 ഫോർമുലയും ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ഇതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് വരും. ഈ 6 ഫോർമുലയും നല്ല വൃത്തിയിൽ ബൈഹാർട്ടായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 കോസ് 75 ടാൻ 75. ഫസ്റ്റ് സൈൻ 75. സൈൻ 75 ഡിഗ്രി ഈക്വൽ ടു നമുക്കറിയുന്ന ആംഗിളിലേക്ക് 75നെ സ്പ്ലിറ്റ് ചെയ്യണം. 75 ഡിഗ്രീന് വി ക്യാൻ റൈറ്റ് സൈൻ 45 പ്ലസ് 30. 45 ഡിഗ്രിന്റെയും 30 ഡിഗ്രിയുടെയും സൈൻ വാല്യൂ നമുക്കറിയാം. അതുകൊണ്ട് സൈൻ 75ന് സൈൻ 45 പ്ലസ് 30 ആയിട്ട് എഴുതുക. വി നോ sin x plus y equal to sin x cos y plus cos x sin y. Take x equal to 45 and y equal to 30 degree. ഈ ഫോർമുലയിൽ എക്സിന്റെ പ്ലേസിൽ 45 ഡിഗ്രി കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 30 ഡിഗ്രി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈൻ 45
into cos 30 plus cos 45 into sin 30. What is sin 45? Sin 45 is 1 by root 2. Cos 30 degree root 3 by 2 plus cos 45 again equal to 1 by root 2 sin 30 1 by 2. 2 root 2 common. Take 2 root 2 common in the denominator. 1 into root 3 plus 1 into 1. Hence answer is root 3 plus 1 divided by 2 root 2. 75 degree വന്നാൽ 75നെ 45 plus 30 ആക്കുക. എന്നിട്ട് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസ് 75 ഇതേ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് കോസ് 75 ഈക്വൽ ടു കോസ് 45 പ്ലസ് 30. കോസ് ഫോർമുല കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. സൈനിന്റെ ഫോർമുലയിൽ സൈൻ എക്സ് കോസ് വൈ, പക്ഷെ കോസിന്റെ ഫോർമുലയിൽ കോസ് എക്സ് കോസ് വൈ, കോസ് രണ്ടും ഒരുമിച്ചാണ്. ഹിയർ ടേക്ക് എക്സ് ഈക്വൽ ടു 45, വൈ ഈക്വൽ ടു 30 ഡിഗ്രി. കോസ് 45 cos 30 minus sin 45 sin 30. Cos 45 is 1 by root 2. Cos 30 root 3 by 2 minus sin 45 1 by root 2. Sin 30 is 1 by 2. Again 2 root 2 is common. Take 2 root 2 common in the denominator. 1 into root 3 minus 1 into 1. Hence cos 75 equal to root 3 minus 1 divided by 2 root 2. Next tan 75. 75 equal to tan 45 plus 30. Tan x plus y യുടെ ഫോർമുല എഴുതുക. Tan x plus y equal to tan x plus tan y divided by 1 minus tan x tan y. Here take x equal to 45, y equal to 30 equal to tan x, hence tan 45 plus tan y tan 30 divided by 1 minus tan 45 into tan 30 equal to, what is tan 45? 1 plus tan 30 1 by root 3 divided by 1 minus tan 45 1 into tan 30 1 by root 3. Tan 45 1, tan 30 1 by root 3, 1 by root 3. 1 into 1 by root 3 is 1 by root 3. 1 plus 1 by root 3 divided by 1 minus 1 by root 3. Numerator denominator cross multiply. 1 by 1, here again 1 by 1 equal to 1 into root 3 plus 1 into 1 divided by 1 into root 3. Denominator simplify. 1 into root 3 minus 1 into 1 divided by 1 into root 3. Root 3 and root 3 cancelled. Hence, answer root 3 plus 1
ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. √3 + 1 ഡിവൈഡ് ബൈ √3 മൈനസ് 1. വേണമെങ്കിൽ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. √3 മൈനസ് 1 അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ √3 + 1 ഇൻറ്റു √3 മൈനസ് 1 ആയതുകൊണ്ട് √3 + 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 ഇൻറ്റു √3 + 1. സിംപ്ലിഫൈ ചെയ്താൽ √3 ഇൻറ്റു √3 സ്ക്വയർ ദാറ്റ് ഈസ് 3. √3 ഇൻറ്റു 1 √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ a മൈനസ് b ഇൻറ്റു a പ്ലസ് b a സ്ക്വയർ മൈനസ് b സ്ക്വയർ ദാറ്റ് ഈസ് √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 3 പ്ലസ് 1 4 പ്ലസ് √3 പ്ലസ് √3 2√3 divided by √3 square 3 minus 1 is 2. 4 by 2 plus 2√3 by 2. 4 by 2 is 2 plus 2√3 by 2. 2 and 2 cancel ചെയ്താൽ √3 കിട്ടും. Hence answer is 2 plus √3. 2 plus √3 ആണ് tan 75ന്റെ ആൻസർ കിട്ടുന്നത്. അപ്പൊ tan 75ന് 45 പ്ലസ് 30 ആയിട്ട് എഴുതുക. tan x പ്ലസ് വൈയുടെ ഫോർമുലയിൽ x = 45 y = 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് 1 ബൈ √3 ബൈ 1 മൈനസ് 1 ബൈ √3 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 പ്ലസ് 1 ബൈ √3. ഡിനോമിനേറ്ററിലും അതേ രീതിയിൽ √3 കട്ട് ചെയ്താൽ ഈ ഒരു ആൻസർ കിട്ടും. ഇനി ഇതിന് നമുക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്താൽ 2 പ്ലസ് √3 ആൻസർ ആയിട്ട് വരും. ഇതേ രീതിയിൽ സൈൻ 75ഉം കോസ് 75ഉം ടാൻ 75ഉം കണ്ടുപിടിച്ച അതേ രീതിയിൽ സൈൻ 15 കോസ് 15 ടാൻ 15 നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ടാൻ 15 ആണെങ്കിൽ ടാൻ 45 മൈനസ് 30 ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് ഹിയർ പ്ലസ് വരും. അങ്ങനെ ആൻസറിൽ എന്താ വ്യത്യാസം വരുക? 2 പ്ലസ് √3 അല്ല 2 മൈനസ് √3 ആവും. അപ്പൊ ആകെ ഒരു നെഗറ്റീവിന്റെ ഡിഫറൻസ് മാത്രമേ ആൻസറിൽ വരുള്ളൂ. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആവുന്നത് കൊണ്ട് സൈൻ 15 സൈൻ 45 മൈനസ് 30 ആക്കി സിംപ്ലിഫൈ ചെയ്യുക. അവിടെയും ആ മിഡിലിൽ നെഗറ്റീവ് വരുന്ന വ്യത്യാസം കോസ് 15 ചെയ്യാം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എല്ലാത്തിന്റെയും 15 ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 75 അല്ലെങ്കിൽ 15 ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan π/4 plus x divided by tan π/4 minus x equal to 1 plus tan x divided by 1 minus tan x whole square. അപ്പൊ ഇവിടെയും tan x plus y യുടെയും tan x minus y യുടെയും ഫോർമുല അപ്ലൈ ചെയ്യാം. What is tan x plus y? Tan x plus y equal to tan x plus tan y divided by 1 minus tan x tan y. Here x ന്റെ പ്ലേസിൽ π/4, y യുടെ പ്ലേസിൽ x. x equal to π/4, y equal to x. Substitute ചെയ്യാം. Take LHS side. LHS equal to tan π/4 plus x divided by tan π/4 minus x equal to formula substitute ചെയ്യാം. tan x that is tan x ന്റെ സ്ഥാനത്ത് π/4 അല്ലേ, tan π/4 plus tan y യുടെ പ്ലേസിൽ x, tan x divided by 1 minus tan x that is tan π/4 into tan y യുടെ സ്ഥാനത്ത് tan x. അപ്പൊ ഫോർമുലയിൽ x ന്റെ സ്ഥാനത്ത് π/4 കൊടുത്തു, y യുടെ സ്ഥാനത്ത് x കൊടുത്തു. ഡിവൈഡഡ് ബൈ tan x മൈനസ് y യുടെ ഫോർമുല. x മൈനസ് y യുടെ ഫോർമുലയിൽ എന്താണ് വ്യത്യാസം ഉള്ളത്?
ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആണ്, അവിടെ എന്ത് വരും 1 പ്ലസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയും ടാൻ എക്സ് മൈനസ് വൈയുടെ ഫോർമുലയിലും എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 4ഉം വൈയുടെ സ്ഥാനത്ത് എക്സും കൊടുത്തിട്ട് നമ്മൾ ഫോർമുല എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ പൈ ബൈ 4 we know pi by 4 is 45 ഡിഗ്രി ആണ്. ടാൻ പൈ ബൈ 4 is 1. ഈ ടാൻ പൈ ബൈ 4ന്റെയും ഈ ടാൻ പൈ ബൈ 4ന്റെയും ഇവിടെ ഡിനോമിനേറ്ററിലെയും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 into ടാൻ എക്സ് 1 into ടാൻ എക്സ് divided by whole divided by tan pi by 4 1 minus tan x divided by 1 plus tan pi by 4 into tan x എന്താവും 1 into tan x. tan pi by 4 ഉള്ള ആ മൂന്ന് പ്ലേസിലും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 into tan x ഉം 1 into tan x ഉം tan x ആണ്. ഡിവൈഡ് ചെയ്തതിന് റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1 plus tan x divided by 1 minus tan x into reciprocal 1 plus 1 into tan x എന്താകും 1 plus tan x divided by 1 minus tan x. റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു 1 plus tan x into 1 plus tan x 1 plus tan x whole square. ഈ 1 plus tan x ഈ ഡിനോമിനേറ്ററിലുള്ള 1 plus tan x 1 plus tan x whole square divided by 1 minus tan x into 1 minus tan x 1 minus tan x whole square. ഇത് നമുക്ക് രണ്ട് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് കോമൺ ആയിട്ട് സ്ക്വയർ ഇടാം. 1 plus tan x divided by 1 minus tan x the whole square equal to RHS. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല എഴുതുക, ടാൻ എക്സ് മൈനസ് വൈയുടെ ഫോർമുല എഴുതുക, എക്സിന്റെ പ്ലേസിൽ പൈ ബൈ 4ഉം വൈയുടെ പ്ലേസിൽ എക്സും കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ പൈ ബൈ 4 ഉള്ള ഈ 4 പ്ലേസിലും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 into tan x tan x ആണ്. ഹിയർ 1 into tan x tan x. ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 plus tan x by 1 minus tan x into 1 plus tan x by 1 minus tan x. 1 plus tan x into 1 plus tan x 1 plus tan x whole square. 1 minus tan x into 1 minus tan x 1 minus tan x whole square. ഇത് കോമൺ ആയിട്ട് സ്ക്വയർ എഴുതിയാൽ RHS ആയിട്ട് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് sin x plus y divided by sin x minus y equal to tan x plus tan y divided by tan x minus tan y. Take LHS side. LHS equal to sin x plus y divided by sin x minus y. We know formula. Sin x plus y യുടെ ഫോർമുലയും അറിയാം, sin x minus y യുടെ ഫോർമുലയും അറിയാം. രണ്ട് ഫോർമുലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin x cos y plus cos x sin y divided by sin x minus y യുടെ ഫോർമുല ഇവിടെ പ്ലസ് മൈനസ് ആയിട്ട് മാറും. sin x cos y മൈനസ് cos x sin y. ഇതിനെ tan x ലേക്ക് മാറ്റണം. we know tan x equal to sin x by cos x. ഇവിടെ sin x ഉണ്ട്, അപ്പൊ ഡിവൈഡ് ബൈ എന്ത് വേണം, cos x വേണം. ഡിവൈഡ് all the 4 terms by cos x cos y. cos x cos y കൊണ്ട് ഈ 4 ടേമിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും
sin x cos y divided by cos x cos y plus cos x sin y divided by cos x cos y whole divided by sin x cos y divided by cos x cos y minus cos x sin y divided by cos x cos y equal to ഇവിടെ cos y cancel ആകും. sin x by cos x. What is sin x by cos x? Tan x plus cos x കട്ടായിട്ട് മാറും. sin y by cos y tan y divided by sin x cos y by cos x cos y. cos y കട്ടായിട്ട് sin x by cos x is tan x minus cos x കട്ടായിട്ട് sin y by cos y tan y equal to RHS. Hence, sin x plus y ടെയും sin x minus y ടെയും ഫോർമുല അപ്ലൈ ചെയ്യുക. ആ ഫോർമുലയിൽ ഈ 4 ടേമിനെയും cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചില ടേമിന് cos y കട്ടാവും, ചില ടേമിന് cos x കട്ടാവും. കട്ട് ചെയ്തതിന് ശേഷമുള്ളത് ഒന്നുകിൽ sin x by cos x ആയിരിക്കും, അല്ലെങ്കിൽ sin y by cos y ആയിരിക്കും. Hence we get tan x plus tan y divided by tan x minus tan y, that is RHS side. Next prove that tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x. Here 3x, 2x and x. What is the relation connecting these three? We know 3x equal to 2x plus x. Tan ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്ത് അപ്ലൈ ചെയ്യാം? tan 3x equal to tan 2x plus x. 3x equal to 2x plus x ആണ്. tan x plus y യുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. tan x plus y equal to tan x plus tan y. x ന്റെ സ്ഥാനത്ത് 2x കൊടുത്തു, y യുടെ പ്ലേസിൽ x divided by 1 minus tan x tan y. tan 2x into tan x. tan x plus y യുടെ ഫോർമുലയിൽ x ന്റെ പ്ലേസിൽ 2x ഉം y യുടെ പ്ലേസിൽ x ഉം കൊടുത്തിട്ട് എഴുതി. ഹിയർ tan 3x ഈ ഡിനോമിനേറ്റർ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. tan 3x into 1 minus tan 2x into tan x equal to this one, tan 2x plus tan x. Next remove this bracket. Tan 3x into 1, tan 3x minus tan 3x, tan 2x, tan x. tan 3x, tan 2x, tan x equal to RHS സൈഡിൽ അത് അതേ രീതിയിൽ എഴുതാം. tan 2x plus tan x. അതിന്റെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഈ പ്രോഡക്റ്റ് ആണ് ഈ സൈഡിലുള്ളത്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ ആ സൈഡിലേക്ക് എടുക്കാം. ഈക്വൽ ടു tan 3x, tan 2x, tan x. ഈ സൈഡിൽ ഓൾറെഡി tan 3x ഉണ്ട്. ആ സൈഡിലെ ആ രണ്ട് ടേമിനെ LHS സൈഡിലേക്ക് എടുക്കാം. tan 2x minus tan x. tan 3x, tan 2x, tan x equal to tan 3x minus tan 2x minus tan 3x 2x plus x ആക്കി എഴുതി.
ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ LHS സൈഡിലേക്ക് എടുത്ത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ ആൻസർ കിട്ടും. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് cos pi by 4 plus x plus cos pi by 4 minus x equal to root 2 cos x. Here cos x plus y and cos x minus y. What is cos x plus y? Cos x, cos y. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എക്സിന്റെ പ്ലേസിൽ പൈ ബൈ 4, വൈയുടെ പ്ലേസിൽ എക്സ്. ടേക്ക് LHS സൈഡ്. LHS ഈക്വൽ ടു കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ്. കോസ് എക്സ് പ്ലസ് വൈയുടെയും കോസ് എക്സ് മൈനസ് വൈയുടെയും ഫോർമുല അപ്ലൈ ചെയ്യാം. കോസ് എക്സ് പ്ലസ് വൈ എക്സിന്റെ പ്ലേസിൽ പൈ ബൈ 4 ആണ്. കോസ് പൈ ബൈ 4 കോസ് എക്സ് മൈനസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സ്. നെക്സ്റ്റ് കോസ് എക്സ് മൈനസ് വൈ. കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയിൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. കോസ് പൈ ബൈ 4 കോസ് എക്സ് പ്ലസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സ്. വാട്ട് ഈസ് പൈ ബൈ 4? 45 ഡിഗ്രി ആണ്. അപ്പൊ മൈനസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സും പ്ലസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സും ക്യാൻസൽ ചെയ്യുക. ദെൻ കോസ് പൈ ബൈ 4 is 1 by root 2 cos x plus cos pi by 4 is 1 by root 2. 1 by root 2 cos x. 1 by root 2 cos x എത്രണ്ണം? 2 times. That is 2 into 1 by root 2 cos x. 2 times 1 by root 2 cos x equal to 2 into 1 by root 2. 2 means root 2 into root 2 ആണ്. അപ്പൊ ഒരു root 2 കട്ട് ചെയ്താല് root 2 cos x ആൻസർ കിട്ടും. ഈക്വൽ ടു RHS സൈഡ്. 2 ഈക്വൽ ടു എന്താ കിട്ടുക? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ്. ഒരു റൂട്ട് 2 കട്ടായിട്ട് പോകും. കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയില് എക്സ് പൈ ബൈ 4ഉം വൈ എക്സും കൊടുക്കുക. കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയിൽ എക്സ് പൈ ബൈ 4ഉം വൈ എക്സും കൊടുക്കുക. അപ്പൊ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയതുകൊണ്ട് കട്ടായിട്ട് മാറും. കോസ് പൈ ബൈ 4 is 1 by root 2 ആണ്. Hence 2 into 1 by root 2. That is root 2 cos x RHS side.